അതിർഷി മർലേന കൽക്കാജിയിൽ വിജയിച്ചിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും വീണ്ടെടുത്ത് അതിർഷി വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വിജയിച്ചിരിക്കുന്നു. 989 വോട്ടുകൾക്ക് കൽക്കാജി മണ്ഡലത്തിൽ അതിർഷി മർലേനയുടെ വിജയം. രമേശ് വിദുരിയെ പരാജയപ്പെടുത്തി 989 വോട്ടിന് വിജയം. ആം ആദ്മി പാർട്ടിക്ക് ആശ്വസിക്കാവുന്ന വിജയം ഏകമുഖത്തിലൂടെ. ആം ആദ്മി പാർട്ടിയുടെ 2 സ്ഥാനാർത്ഥികളുടെ വിജയങ്ങൾ കൂടി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഡൽഹി കന്റോൺമെന്റിൽ വീരേന്ദർ സിംഗ് കടിയാൻ 2029 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. കോണ്ട്ലി മണ്ഡലത്തിൽ കുൽദീപ് കുമാർ 6293 വോട്ടുകൾക്ക് വിജയിച്ചിരിക്കുന്നു. 2 വിജയങ്ങൾ, ആം ആദ്മി പാർട്ടിയുടെ 2 വിജയങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം ആതിഷിയുടെ വിജയം ഇവിടെ സൂചിപ്പിച്ചു. 47-23. പി ബസന്ത്, വലിയ ആശ്വാസമല്ലേ ഈ അതിർഷിയുടെ ജയം? ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കൾ വീണപ്പോൾ അതിർഷി തോറ്റുപോകുന്ന ആദ്യം മുതലേ തോന്നലുകൾ ഉണ്ടായിരുന്നു. കാരണം ആദ്യ റൗണ്ടിലെല്ലാം പിന്നിലായിരുന്നു. അതിർഷിയുടെ വിജയം എത്രത്തോളം പ്രധാനമാണ് ആം ആദ്മി പാർട്ടിക്ക് ഏറ്റവും ഒടുവിൽ ഈ വീഴ്ചയിലും? രതീഷ്, അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ തിരഞ്ഞെടുത്ത ആളാണ് അതിഷി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കെജ്രിവാളിന് ഏറ്റവും വിശ്വസ്തയായ ഒരു പാർട്ടി പ്രവർത്തക അല്ലെങ്കിൽ MLA എന്നുള്ള നിലയ്ക്കാണ് അതിഷിയെ തന്നെ തിരഞ്ഞെടുത്തത്. ആ അതിഷി കൽക്കാജിയിൽ ജയിച്ചു എന്നുള്ളത് ചെറിയ കാര്യമല്ല. കാരണം മറുഭാഗത്ത് രമേശ് വിദൂടി നയിച്ച പ്രചരണം വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രചരണമായിട്ട് പോലും അത് മറികടക്കാൻ അതിഷിക്ക് കഴിഞ്ഞു. മാത്രമല്ല അതിഷി ഒരു പരാജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അൽക്കാ ലാംബ അവിടെ മത്സരിക്കാൻ ഇറക്കിയതെങ്കിലും അൽക്കാ ലാംബയ്ക്ക് കോൺഗ്രസിനും വലിയ വോട്ട് പിടിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, 3000-4000 വോട്ടിൻ്റെ അകത്ത് അവരുടെ വോട്ട് നിന്നു എന്നുള്ളതാണ് അതിഷിയുടെ വിജയത്തിന് വഴിവെച്ചത് എന്നുള്ളത് കാരണം. പക്ഷേ ഒരുപക്ഷെ അതിഷിക്ക് ലഭിക്കുമായിരുന്ന വോട്ടുകളാണ് അൽക്കാ ലാംബ പിടിച്ചതെന്നുള്ളതും ശ്രദ്ധേയമാണ്. അപ്പോൾ ബിദുഡിയുടെ ആ ഒരു വലിയ പ്രചരണത്തെ മറികടക്കാൻ അതിഷിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അവരുടെ ഈ കൽക്കാജി എന്ന് പറയുന്ന മണ്ഡലവും ആ ഒരു ക്ലാസ് ക്യാരക്ടറും അത്തരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബിദുഡിയോട് വലിയ താല്പര്യമൊന്നും കാണാൻ അവിടെ ഉള്ളവർ തയ്യാറായിട്ടുണ്ടാവില്ല. ഏതായാലും അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോഡിയയും പരാജയപ്പെടുന്നിടത്ത് അതിഷി ജയിക്കുന്നത് ഒരു പക്ഷേ ഇനി ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ മുഖം അതിഷി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഗോപാൽ റായി ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ ഗോപാൽ റായിൽ കൊണ്ട് വലിയ വിജയം ഗോപാൽ റായി നേടിയിട്ടുണ്ടെങ്കിലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം ചിലപ്പോൾ അതിഷി തന്നെയായിരിക്കും BJPയുടെ ഇനി ഡൽഹിയിലെ മുഖം എന്നുള്ളത് ശ്രദ്ധേയമാണ്. പക്ഷേ ഇതിൽ മറ്റൊരു വിഷയം ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നു. അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോഡിയയും തോൽക്കുന്നു. ആം ആദ്മി പാർട്ടിക്ക് അധികാരം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ ഭാവി എത്ര കാലം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ ഡൽഹിയിലെ ചർച്ചകൾ എല്ലാം.